അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പരീക്ഷ 2024 സെപ്റ്റംബർ 24-ന്. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഇനിയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവർക്കായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്തെ സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC 40 ദിവസത്തെ അതിതീവ്ര പരിശീലന ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റീസിന്റെ 250 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള റെക്കോർഡ് ക്ലാസുകൾ, full syllabus based capsule notes and other study materials in PDF format, 5000-ലധികം topic wise multiple choice questions with detailed explanation, doubt clearance and mentorship till exam date, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു അത്യുഗ്രൻ പാക്കേജ് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 999 രൂപയ്ക്ക്. ഓക്കെ, അപ്പൊ ഹായ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഡിസിനൽ ആൻഡ് അരോമാറ്റിക് പ്ലാന്റ്സ് ആണ്. അപ്പൊ നമ്മൾ ക്രോപ്പ് പ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്സിലും ഓൾമോസ്റ്റ് എല്ലാം തന്നെ വെജിറ്റബിൾസ് ആയിക്കോട്ടെ ഫ്രൂട്ട്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ലാസ്റ്റ് ആണ് മെഡിസിനൽ ആൻഡ് അരോമാറ്റിക് പ്ലാന്റ്സ്. നമ്മുടെ ഓൾമോസ്റ്റ് ഒരു ലാസ്റ്റ് ക്ലാസ് കൂടിയാണ് ഇത്. അപ്പൊ നമുക്ക് ഞാൻ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ പറയട്ടെ, മെഡിസിനൽ ആൻഡ് അരോമാറ്റിക് പ്ലാന്റ്സ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് മുൻ വർഷങ്ങളിൽ ഇപ്പൊ അസിസ്റ്റന്റ് ആയിക്കോട്ടെ മറ്റ് പല അഗ്രികൾച്ചറിന്റെ കോമ്പറ്റേറ്റീവ് എക്സാമിനാണെങ്കിലും ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് ഇതുവരെയുള്ള ഒരു ട്രെൻഡാണ് സാധാരണഗതിയിൽ വരുന്നത്. നമുക്ക് വെറൈറ്റീസ് അങ്ങനെ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ പഠിക്കുന്ന പോലെ കുറെ വെറൈറ്റീസ് എല്ലാ ക്രോപ്സിനും പഠിക്കാനില്ല. കുറച്ച് ക്രോപ്സിന് മാത്രമേ വെറൈറ്റീസ് ഉള്ളൂ. ആ വെറൈറ്റീസ് ഒക്കെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കോമൺ നെയിം സയന്റിഫിക് നെയിം അറിഞ്ഞിരിക്കുക. പിന്നെ അതിന്റെ ഏത് പാർട്ടാണ് മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ളത്. അതിപ്പോ ചിലപ്പോൾ റൂട്ട് ആവാം, ചിലതിടത്ത് ട്യൂബർ ആയിരിക്കാം, ചിലയിടത്ത് നമ്മൾ ലീഫ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഏതാണ് ആ മെഡിസിനൽ പാർട്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കാം. പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും ചില പെക്യൂലിയർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കും, അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. പിന്നെ ഒരു പ്രൊപ്പഗേഷൻ ആസ്പെക്ട്സ് ആണ്. പ്രൊപ്പഗേഷൻ ആണെങ്കിലും ഓൾമോസ്റ്റ് കുറെ എണ്ണത്തിനൊക്കെ സിമിലർ ആയതുകൊണ്ട് പഠിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ട് വരില്ല. അപ്പം ഈ ക്രോപ്സ് നിങ്ങൾ POP എടുത്ത് വായിക്കുമ്പോഴും ഏറ്റവും അതായത് നമ്മൾ POP ഇതിന്റെ എല്ലാ ക്രോപ്സിനകത്തും എങ്ങനെയാണ് സ്റ്റാർട്ടിങ് ഫ്രം ക്ലൈമറ്റ് തൊട്ട് കൃഷി ചെയ്യുന്ന ക്ലൈമറ്റ് തൊട്ട് അത് ഹാർവെസ്റ്റ് ചെയ്യുന്നവര് ഉള്ള കാര്യങ്ങൾ നമ്മൾ ബാക്കിയുള്ള ക്രോപ്സ് പറയുന്നത് പോലെ തന്നെ ഇതിനകത്തും പറയുന്നുണ്ട്. അപ്പൊ നമുക്കിത് വായിച്ചു വരുമ്പോൾ ഇതിനകത്ത് ഏത് പഠിക്കണം അല്ലെങ്കിൽ കുറെ ഉള്ളതുപോലെ ഫീൽ ചെയ്യും. അത് തീർച്ചയായിട്ടും അങ്ങനെ വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ്, അപ്പം ഇത് ഏതവണ വായിച്ചു വെച്ചതിന് ശേഷം അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പരീക്ഷ 2024 സെപ്റ്റംബർ 24-ന്. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഇനിയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവർക്കായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്തെ സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC 40 ദിവസത്തെ അതിതീവ്ര പരിശീലന ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റീസിന്റെ 250 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള റെക്കോർഡ് ക്ലാസുകൾ, full syllabus based capsule notes and other study materials in PDF format, 5000-ലധികം topic wise multiple choice questions with detailed explanation, doubt clearance and mentorship till exam date, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു അത്യുഗ്രൻ പാക്കേജ് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 999 രൂപയ്ക്ക്. ഈ പറയുന്ന പോയിന്റ്സ് അതിന്റെ കോമൺ നെയിം, സയന്റിഫിക് നെയിം, അതിന്റെ പ്രൊപ്പഗേഷൻ ഏത് പാർട്ടാണ്, ഇത് പറ്റുമെങ്കിൽ ഒരു നോട്ട് പോലെ നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിലും ഒരു ലാസ്റ്റ് ടൈം ഒരു ക്വിക്ക് റിവിഷൻ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഈ ഒരു രീതിയിലാണ് പൊതുവെ ക്വസ്റ്റ്യൻസ് പലയിടത്തും ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് സാധാ പോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ ആ ഒരു ഡിസ്കഷൻ രീതിയിൽ തന്നെ പോവാം. ഓൾമോസ്റ്റ് ആ ഒരു മെഡിസിനൽ പ്ലാന്റ്സിന്റെ കുറച്ച് പേജസേ ഉള്ളൂ. പക്ഷെ കുറെ അധികം നമ്മൾ ഇൻഡെക്സ് പേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ കുറെ ക്രോപ്സിന്റെ എണ്ണം മാത്രമേ ഉള്ളൂ. എല്ലാത്തിനും പറ്റിയിട്ട് ഒരു 1-2 പാരഗ്രാഫിൽ തന്നെ ഓരോ ക്രോപ്പ് പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ സയന്റിഫിക് നെയിം ഓഫ് കച്ചോലം? കച്ചോലം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഓർണമെന്റൽ പ്ലാന്റ് ആണ്. അതിന്റെ സയന്റിഫിക് നെയിം എന്താണെന്നുള്ളതാണ്. നോക്കിക്കോ, ആൻസർ ചെയ്തേ. വായിച്ചില്ലായിരുന്നു മെഡിസിനൽ പ്ലാന്റ്സ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഡിസിനൽ പ്ലാന്റ്സ് POP വായിച്ചിട്ട് വരണം എന്നുണ്ട്. ഏതാണ് കച്ചോലത്തിന്റെ സയന്റിഫിക് നെയിം? എന്താണ്? യൂക്കാലിപ്റ്റസ് സിട്രിയോഡോറ ആണോ, കാലിസ്റ്റീഫസ് ചൈനൻസിസ് ആണോ, കെയിംഫെറ ഗലൻസ ആണോ, ദെൻ ഹെമിഡെസ്മസ് ഇൻഡിക്കസ്? ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ്. പറഞ്ഞു, നിങ്ങൾ ആൻസർ തെറ്റിക്കൊട്ടു, കുഴപ്പമില്ല, പറഞ്ഞു. ഓപ്ഷൻ സി ആണോ മാം? ഓപ്ഷൻ സി ആണോ ചോദിക്കുന്നത്? കെയിംഫെറ ഗലൻസ. നമുക്ക് ആൻസർ നോക്കാം. യെസ്, കച്ചോലത്തിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് കെയിംഫെറ ഗലൻസ. അപ്പൊ നമ്മള് ഇപ്പം ബാക്കിയുള്ള ക്രോപ്സിന്റെ ഒക്കെ നമ്മള് കുറച്ച് ഫാമിലി ബേസ്ഡ് ഒക്കെ നോക്കാറുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് POP എന്തായാലും ക്രോപ്സിന്റെ ഫാമിലി കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഇത് ഓർത്തിരിക്കാൻ എളുപ്പമുള്ള ഫാമിലിയാണ്. അതായത് ക്രോപ്പ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ, കച്ചോലം, ഇഞ്ചി, മഞ്ഞൾ ആ ഒരു കാറ്റഗറി വരുന്ന പോലെ തന്നെയാണ്. അപ്പം അതിന്റെ അതേ ഫാമിലിയാണ്. ദാറ്റ് ഈസ് എന്താണ്, ജിഞ്ചറിന്റെയും ടർമറിക്കിന്റെ ഒക്കെ ഫാമിലി ഏതായിരുന്നു?
ജിഞ്ചർ, ടർമറിക് ഒക്കെ ഏത് ഫാമിലി ആയിരുന്നു? സിഞ്ചിബറേസ്. യെസ്, സിഞ്ചിബറേസി. അപ്പം കച്ചോളവും സിഞ്ചിബറേസി ഫാമിലിയിലാണ്. കെയിൻബിഫെറ, ഗലങ്ക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി അടുത്തത് സിംബോപോഗൻ ഫ്ലക്ഷ്വസസ് ഈസ് ദ സയന്റിഫിക് നെയിം ഓഫ്. എന്തിന്റെ സയന്റിഫിക് നെയിം ആണ്? ലെമൺ ഗ്രാസ് ആണോ, പാമാറോസ ആണോ, നീം ആണോ, വെറ്റിവർ ആണോ? സിംബോപോഗൻ ഫ്ലക്ഷ്വസസ് ഏതാണ്? ലെമൺ ഗ്രാസ്. ലെമൺ ഗ്രാസ് എന്ന് പറയുന്നുണ്ട്. ലെമൺ ഗ്രാസ് നമുക്ക് നോക്കാം. യെസ്, ലെമൺ ഗ്രാസിന്റെ സയന്റിഫിക് നെയിം ആണ്. ലെമൺ ഗ്രാസും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു അരോമാറ്റിക്, നമുക്ക് അതിൽ നമ്മുടെ പുൽത്തൈലമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ അത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു എന്താണ് അരോമാറ്റിക് ക്രോപ്പ് ആണ്. അപ്പൊ അത് അറിഞ്ഞിരിക്കുക. ലെമൺ ഗ്രാസിന്റെ സയന്റിഫിക് നെയിം ആണ് സിംഗോപോഗൻ ഫ്ലക്ഷ്വസസ്. ഓക്കെ, പിന്നെ എല്ലാ ക്രോപ്പ് നോക്കിക്കഴിഞ്ഞാലും മാനുവറിങ്, പിന്നെ ഇന്റർകൾച്ചറൽ, അങ്ങനെ കുറെ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിന്റെ ക്ലൈമറ്റിക് റിക്വയർമെന്റ് ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് വാം ക്ലൈമറ്റ് ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊന്നും ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് ഏറ്റവും നമുക്ക് കോമൺ ആയിട്ട് വരുന്നത് തന്നെയാണ്. പിന്നെ നമുക്കറിയാം ഇത് ഈ അരോമാറ്റിക് ഓയിൽ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നമ്മുടെ സോപ്പ്, കോസ്മെറ്റിക്സ്, അങ്ങനെ എല്ലാ ഇൻഡസ്ട്രീസിലും യൂസ് ചെയ്യുന്നതാണ്. അതും അറിയാം. ബാക്കി പ്രൊപ്പഗേഷൻ ആസ്പെക്ട്സ് ഒക്കെ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ തന്നെ ഡിസ്കസ് ചെയ്ത് പോവാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ ഹൈ yielding വെറൈറ്റീസ് ഓഫ് കച്ചോലം ഫ്രം ദ ഫോളോയിങ്. കച്ചോലത്തിന്റെ വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്യാം. രജനി, IASR തേവം, കസ്തൂരി ആൻഡ് ബോത്ത് എ ആൻഡ് സി. ഏതാണ് കച്ചോലത്തിന്റെ വെറൈറ്റി? ബോത്ത് എ ആൻഡ് സി. ബോത്ത് എ ആൻഡ് സി എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം ബോത്ത് എ ആൻഡ് സി ആണോ. ഏത് രജനിയും കസ്തൂരിയും ആണെന്നാണ് പറയുന്നത്. യെസ്, അതായത് രജനി, കസ്തൂരി ഈ രണ്ട് വെറൈറ്റീസ് നമുക്ക് POP റെക്കമെൻഡ് ചെയ്തിട്ടുള്ള പഴയതിലും പുതിയതിലും. ഇനി പുതിയ POP വരുമ്പോൾ ആകെ നമുക്ക് മൊത്തം മെഡിസിനൽ പ്ലാന്റ്സിന്റെ അടുത്ത് വ്യത്യാസം ഉണ്ടെന്ന് പറയാനായിട്ട് രണ്ട് ക്രോപ്പിനകത്ത് വെറൈറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓരോ വെറൈറ്റിയിലും നമുക്കത് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് രജനിയും കസ്തൂരിയുമാണ് കച്ചോലത്തിന്റെ വെറൈറ്റി. ഓപ്ഷൻ ബിയിലുള്ള IASR തേവം എന്തിന്റെ വെറൈറ്റി ആയിരുന്നു? പെപ്പർ ആണ്. യെസ്, പെപ്പർ, ബ്ലാക്ക് പെപ്പർ, കുരുമുളകിന്റെ വെറൈറ്റി ആയിരുന്നു IASR തേവം. കഴിഞ്ഞ ക്ലാസ് പഠിപ്പിച്ചതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ട്. IASR തേവം അതൊരു സ്പൈസ് ഗ്രൂപ്പ്, അതായത് പെപ്പറിന്റെ വെറൈറ്റി ആണ്. ഫൈറ്റോഫ്തോറ, ഫുഡ് റോട്ടിനൊക്കെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള വെറൈറ്റിയാണ്. IASR എന്ന് വന്നതുകൊണ്ട് തന്നെ അത് റിലീസ് ചെയ്തിരിക്കുന്ന ഇവിടുന്നായിരിക്കും, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച്, IASR കാലിക്കട്ടുന്നായിരിക്കും. അപ്പൊ അത് ഓർത്തിരിക്കുക. IASRന്റെ കുറച്ചധികം വെറൈറ്റീസ് നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. വേറെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? IASR തേവം ഉണ്ട്, പിന്നെ കുറെ അധികം, അതായത് IASR അവിനാഷ്, അങ്ങനെ കാർഡമത്തിലൊക്കെ ഉണ്ട്. പിന്നെ രജത, മഹിമ, വിജത എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേറെ ജിഞ്ചറിലൊക്കെ ഉണ്ട്. അപ്പൊ IASRന്റെ വെറൈറ്റീസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഞാനിപ്പോ ഇവിടെ വന്നതുകൊണ്ട് ജസ്റ്റ് ഇത് പറഞ്ഞതാ. ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് കച്ചോലത്തിന്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഹാർവെസ്റ്റിംഗ് ആൻഡ് ക്യൂറിംഗ് ഓഫ് കച്ചോലം. ഞാൻ പറയട്ടെ, എല്ലാ ക്രോപ്പിന്റെയും ഹാർവെസ്റ്റിംഗ് പാർട്ടിലേക്ക് വരുമ്പോൾ നമുക്കത് ഏത് പാർട്ട് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള പോയിന്റ് അവിടെ കിട്ടും. പിന്നെ എന്താ ചില എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്രോപ്പിൽ നിന്ന് എടുക്കുന്ന ഓയിൽ, അതിന്റെ ഓയിൽ എക്സ്ട്രാക്ഷൻ മെത്തേഡോ അല്ലെങ്കിൽ ഹാർവെസ്റ്റിംഗ് ക്യൂറിംഗിന്റെ അടുത്ത് ചിലപ്പോൾ 1-2 പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആയിട്ടോ. ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു പെക്യൂലിയർ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ആയിരിക്കും. അപ്പൊ ഇത് കച്ചോലത്തിന്റെ ഹാർവെസ്റ്റിംഗ് ആൻഡ് ക്യൂറിംഗിന്റെ പോയിന്റ്സ് ആണ്. ഓരോ പോയിന്റ്സ് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. നമുക്ക് ആൻസർ പറഞ്ഞിട്ട് നമുക്ക് ഓരോ പോയിന്റ്സ് തന്നെ ഡിസ്കസ് ചെയ്യാം. ഏതാണ്? ഓൾ ഓഫ് ദി അബവ്. ഓൾ ഓഫ് ദ എബോവ് ആണെന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. യെസ്, എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ഹാർവെസ്റ്റിംഗ് ആൻഡ് ക്യൂറിംഗ് ഓഫ് കച്ചോലം ആണ്. ഞാൻ POPയിലേക്ക് വരികയാണ്. ബാക്ക് ടു POP. നമുക്ക് ഹാർവെസ്റ്റിംഗ് ആൻഡ് ക്യൂറിംഗിന്റെ ഒരു സിമ്പിൾ പാരഗ്രാഫ് ആണ്. അപ്പൊ അതിനകത്ത് ആദ്യം ക്രോപ്പ് ഹാർവെസ്റ്റ് ചെയ്യുന്ന രീതിയും പിന്നെ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ, അതായത് അതിന്റെ ക്ലീൻ ചെയ്യുന്ന കാര്യം, അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് പറയുന്നുണ്ട്. നമുക്ക് അതിന് ആ ഒരു പാരഗ്രാഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് 3 കാര്യങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ക്രോപ്പ് ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയം. ക്രോപ്പ് ക്യാൻ ബി ഹാർവെസ്റ്റഡ് 7 months ആഫ്റ്റർ പ്ലാന്റിംഗ്. അതിപ്പോ എല്ലാ മെഡിസിനൽ പ്ലാന്റ്സിന്റെയും ഒരുപക്ഷെ POPയിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ടാവില്ല, കച്ചോലത്തിന്റെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ പറയുന്ന മാസത്തിന്റെ ഒരു ഇതിനകത്ത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, നമ്മൾ ഈ ഒരു ഹാർവെസ്റ്റിംഗ് ക്യൂറിംഗ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഇനി അടുത്തത് എന്താണ്? ക്രോപ്പ് എങ്ങനെ മെച്യൂർ ആകുന്നത്, മെച്യൂരിറ്റി ഇൻഡീസസ് ആണ്. അതായത് നമുക്കറിയാം ഇപ്പൊ ഇഞ്ചിയും മഞ്ഞളും ഒക്കെ ആണെങ്കിലും ഇഞ്ചിയൊക്കെ ആണെങ്കിലും അതിന്റെ ഹാർവെസ്റ്റിംഗ് അല്ലെങ്കിൽ അത് പാകമാവുന്ന സമയമാകുമ്പോഴത്തേക്കും അതിന്റെ ഇലകൾ എന്ത് ചെയ്യും? വാടിത്തുടങ്ങും, അതായത് ഡ്രൈ ആയി ഉണങ്ങിത്തുടങ്ങും. അപ്പൊ അത് തന്നെയാണ് ഇവിടുത്തെ സെയിഞ്ചിബറേസെ ഫാമിലി തന്നെയാണ്. സോ കച്ചോളത്തിനും അങ്ങനെ തന്നെയായിരിക്കും. ഡ്രൈയിങ് ഓഫ് ദ ലീവ്സ് ഇസ് ദ ഇൻഡിക്കേഷൻ ഓഫ് ക്രോപ്പ് മെച്യൂരിറ്റി ഫോർ ഹാർവെസ്റ്റ്. അപ്പൊ അത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്.
ദെൻ നമുക്കറിയാം കച്ചവടത്തിൽ നിന്ന് അരോമാറ്റിക് എസെൻഷ്യൽ ഓയിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് കച്ചവടം നമ്മൾ ജിഞ്ചർ അതൊക്കെ ആണെങ്കിലും റൈസോം ആണ് അവിടുത്തെ പാർട്ട് എന്ന് പറയുന്നത്, എക്കണോമിക് പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയും എന്തായിരിക്കും, റൈസോം തന്നെയാണ്. ആ റൈസോമിൽ നിന്നാണ് അരോമാറ്റിക് എസെൻഷ്യൽ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെയും പറയുന്നത്. എങ്ങനെയാണ് അത് എക്സ്ട്രാക്ട് ചെയ്യുന്നത്, റൈസോം കട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പിന്നെ അതിനകത്ത് താഴെ പറയുന്നുള്ളൂ. യൂണിഫോം സൈസിൽ ഒരുപോലുള്ള സൈസിൽ എടുക്കുന്നു, അതെങ്ങനെ ക്ലീൻ ചെയ്യുന്നു, അതിന്റെ ബാക്കി പ്രോസസിങ് ആസ്പെക്ട്സ്. അപ്പൊ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ് ആണത്. അപ്പം ഓൾ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്, ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ. എല്ലാം തന്നെ കച്ചവടത്തിന്റെ ഹാർവെസ്റ്റിംഗ് ആൻഡ് ക്യൂറിംഗ് ആണ്. ക്ലിയർ ആണല്ലോ. അടുത്തത് ഒരു വെറൈറ്റി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സുഗന്ധി ഈസ് ആൻ ഇംപ്രൂവ്ഡ് വെറൈറ്റി ഓഫ് ഡാഷ് റെക്കമെൻഡഡ് ഫോർ കമേഴ്ഷ്യൽ കൾട്ടിവേഷൻ. ഇത് ഒരു മെഡിസിനൽ പ്ലാന്റിന്റെ കമേഴ്ഷ്യൽ ലെവലിൽ കൾട്ടിവേഷന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന വെറൈറ്റിയാണ്. ഏതാണ്? ലെമൺ ഗ്രാസ്. ലെമൺ ഗ്രാസ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. യെസ്, അതും സിമ്പിൾ ആണ്. അതായത് ലെമൺ ഗ്രാസിന് ആകെ ഒരു വെറൈറ്റിയെ നമുക്ക് POP യിൽ പറയുന്നുണ്ട്. ലെമൺ ഗ്രാസിന്റെ വെറൈറ്റിയാണ് സുഗന്ധി എന്ന് പറയുന്നത്. സുഗന്ധി ഈസ് ആൻ ഇംപ്രൂവ്ഡ് വെറൈറ്റി ഓഫ് ലെമൺ ഗ്രാസ്. അപ്പൊ അവിടെ കൂടുതൽ പിന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല, അത് അങ്ങനെ പഠിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കുറച്ച് കോമൺ നെയിമും അതിന്റെ സയന്റിഫിക് നെയിമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനെ ഒന്ന് മാച്ച് ചെയ്യുക. അതിനകത്ത് ഇൻകറക്റ്റ് പെയർ ഏതാണെന്ന് നോക്കുക. ചൂസ് ദ ഇൻകറക്റ്റ് പെയർ. നമുക്ക് ആൻസർ പറഞ്ഞിട്ട് നമുക്ക് ഓരോന്ന് വായിക്കാം. ഏതാണ്? വെറ്റിവർ ഉണ്ട്, ചെത്തിക്കുടുവേലി ഉണ്ട്, നീലാമരി ഉണ്ട്, കച്ചോലമുണ്ട്. ഏതാണ് തെറ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത്? തെറ്റായിട്ട് സയന്റിഫിക് നെയിം കൊടുത്തിരിക്കുന്നത് ഏതിനാണ്? ഏതാണ്? പറഞ്ഞു നോക്കട്ടെ. നീലാമരി. നീലാമരിയാണെന്ന് പറയുന്നുണ്ട്. അതായത് നീലാമരിക്ക് ഇവിടെ മാച്ച് ചെയ്തിരിക്കുന്നത് കെയിംബിഫെറ റോട്ടുണ്ട എന്നാണ്. അപ്പൊ നീലാമരി തെറ്റാണെന്ന് പറഞ്ഞു. നീലാമരിയുടെ സയന്റിഫിക് നെയിം എന്താണ്? അപ്പൊ നമ്മുടെ ആൻസർ C ആണ്. അതായത് നീലാമരി. നീലാമരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഹെയർ ടോണിക്കിനൊക്കെ വേണ്ടിയിട്ട്, അതായത് നമ്മൾ എണ്ണ കാച്ചാനും ഒക്കെ എടുക്കുന്നതാണ് നീലാമരി. അപ്പൊ അതിന്റെ സയന്റിഫിക് നെയിം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് കെയിംബിഫെറ റോട്ടുണ്ട. നീലാമരിയുടെ സയന്റിഫിക് നെയിം ഇൻഡിഗോ ഫെറ ടിങ്ടോറിയ. ഇൻഡിഗോ ഫെറ ടിങ്ടോറിയ എന്നാണ് നീലാമരി, അല്ലെങ്കിൽ നമ്മൾ നീലി എന്ന് പറയും. നീലി ബൃങ്കാതി ഹെയർ ഓയിൽ ഒക്കെ നമുക്കറിയാം. ദെൻ കേംബിഫെറ റോട്ടുണ്ട എന്ന് പറയുന്നത് ചെങ്ങഴിനീർ കിഴങ്ങാണ്. ചെങ്ങഴിനീർ കിഴങ്ങാണ്. അപ്പം കേംബിഫെറ എന്ന് തന്നെ വന്നു. കേംബിഫെറ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് മുന്നേ കച്ചോലം പഠിച്ചിട്ടുണ്ടായിരുന്നു, കേംബിഫെറ കിഴങ്ങ. അപ്പൊ ഇതെല്ലാം ഒരു ഫാമിലിയാണ്. ഏതാണ് ആ ഫാമിലി? ഇതെല്ലാം ഇവിടെ വരുന്നയാ? ഇതെല്ലാം ഏത് ഗ്രൂപ്പിൽ വരുന്നയാ? അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ കുറച്ച് മുന്നേ, കച്ചോലം, ചെങ്ങഴിനീർ കിഴങ്ങ്. അതെ അതെ അതെ, എല്ലാം ജിഞ്ചിബരേസിയ ഫാമിലിയിലാണ് വരുന്നത്. അതിന്റെ ഒരു അതിന്റെ പ്രൊപ്പഗേഷൻ എന്ത് വഴിയായിരിക്കും? അതൊക്കെ നമ്മുടെ ജിഞ്ചറിന്റെ ഒക്കെ ഫാമിലി ആയതുകൊണ്ട് തന്നെ റൈസോം വഴിയായിരിക്കും. അതിനെ പറഞ്ഞാൽ കുറച്ച് നമുക്ക് കോമൺ ആയിട്ട് തന്നെ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. ചെങ്ങഴിനീർ കിഴങ്ങും കച്ചോലവും. ഒന്ന് കേംബിഫെറ റോട്ടുണ്ട, മറ്റേത് കച്ചോലം എന്ന് പറയുന്നത് കേംബിഫെറ ഗലങ്ക. രണ്ടും ജിഞ്ചിബരേസിയ ഫാമിലിയാണ്, റൈസോമാണ്. ഇനി ഓപ്ഷൻ എയിൽ കൊടുത്തിരിക്കുന്ന വെറ്റിവർ. വെറ്റിവർ എന്ന് വെച്ചാൽ രാമച്ചൻ. മലയാളം നെയിംസ് ഏതിന്റെങ്കിലും ഒക്കെ അറിയത്തില്ലെങ്കിൽ, കുറച്ചൊക്കെ മലയാളത്തിൽ തന്നെയാണ് പല പേരുകളും നമുക്ക് POP യിൽ കൊടുത്തിട്ടുള്ളത്. ഇനി അല്ലെങ്കിൽ മലയാളം നോട്ട് ചെയ്യുക. വെറ്റിവർ, രാമച്ചൻ, ക്രൈസോപോഗൻ സിസാനിയോയിഡസ്. ക്രൈസോപോഗൻ സിസാനിയോയിഡസ്. ദെൻ ചെത്തിക്കുടുവേലി. ചെത്തിക്കുടുവേലിയും വളരെ കോമൺ ആയിട്ടുള്ള ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. പ്ലംബാഗോ റോസിയ. പ്ലംബാഗോ റോസിയ ആണ് ചെത്തിക്കുടുവേലിയുടെ സയന്റിഫിക് നെയിം. പിന്നെ സിയും ഡിയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ കോമൺ നെയിമും സയന്റിഫിക് നെയിംസും അറിഞ്ഞിരിക്കുക. അടുത്തത് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് വെറ്റിവർ. രാമസത്തെ പറ്റിയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ ആൻസർ പറഞ്ഞു നമുക്ക് അതിനുശേഷം ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. വെറ്റിവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒത്തിരി മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ള ഒരു മെഡിസിനൽ, അതുപോലെ തന്നെ അതിന് ഓയിൽ എക്സ്ട്രാക്ഷൻ ഒക്കെ ഉള്ളതാണ്. മെഡിസിനൽ ഒരു അരോമാറ്റിക് ക്രോപ്പാണ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ക്രോപ്പാണ്. അതിന് ഈ പറയുന്ന മെഡിസിനൽ പ്രോപ്പർട്ടി ഒക്കെ അല്ലാണ്ട് മറ്റു പല ഗുണങ്ങളും അതിനുണ്ട്. അപ്പൊ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ആൻസർ? ഏതാണ്? 1, 2, 3 ട്രൂ. 1, 2, 3 ട്രൂ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് പറയുന്നത്. നമുക്ക് നോക്കാം.
യെസ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അതായത് എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. അപ്പം ഈ 3 സ്റ്റേറ്റ്മെന്റുകളിലൂടെ നമ്മൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് POP ഉള്ള ഒരു ഹെഡിങ് ഉണ്ട്, വെറ്റിവർ ആസ് എ സോയിൽ ബൈൻഡർ. അതായത് സോയിൽ കൺസർവേഷൻ പവർ ഉള്ള ഒരു ക്രോപ്പ് ആണ്. മണ്ണൊലിപ്പൊക്കെ തടയാൻ വേണ്ടിയിട്ട് മണ്ണ് സംരക്ഷിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരു ക്രോപ്പാണ് വെറ്റിവർ അല്ലെങ്കിൽ രാമസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ റിലേറ്റഡ് പോയിന്റ് ആണ്, നല്ല ഡീപ്പ് ആയിട്ടുള്ള ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വെറ്റിവർ ഹാസ് എ ഡീപ് ഡെൻസ് ആൻഡ് സ്ട്രോങ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. നല്ല റൂട്ട് സിസ്റ്റം, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡീപ്പ് റൂട്ട് സിസ്റ്റം ആണ് രാമസത്തിനുള്ളത്. അപ്പൊ നമ്മൾ പൊതുവെ മണ്ണൊലിപ്പൊക്കെ തടയാനായിട്ട് കുറച്ച് അങ്ങനത്തെ മണ്ണൊലിപ്പ് അല്ലെങ്കിൽ സോയിൽ ഇറോഷൻ പ്രോൺ ആയിട്ടുള്ള ഏരിയാസിൽ രാമച്ച് വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട്. ഇനി അടുത്തത് പെരുനിയൽ ആൻഡ് സ്റ്റെറൈൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ക്രോപ്പ് വിത്ത് ഇറ്റ്സ് ഹാർഡിനെസ്. ഭയങ്കര ഹാർഡി ആയിട്ടുള്ള ക്രോപ്പാണിത്. ആൻഡ് അൺപാലറ്റബിലിറ്റി ടു ലൈഫ് സ്റ്റോക്ക് മേക്ക് ഇറ്റ് എൻ എക്സലന്റ് സോയിൽ കൺസർവിംഗ് ക്രോപ്പ്. ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു സോയിൽ കൺസർവേഷൻ അല്ലെങ്കിൽ സോയിൽ കൺസർവിംഗ് ക്രോപ്പ് ആണ് വെറ്റിവർ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. Then it may be planted as a contour hedge or slopy lands. പറയാം സ്ലോപ്പി ലാൻഡ്സ് എന്തിന്റെ സാധ്യത കൂടുതലുണ്ട്, മണ്ണിന് സോയിൽ കൺസേർവ് ചെയ്യേണ്ട ആവശ്യം ഉള്ള സ്ഥലങ്ങളാണ്. അപ്പൊ അവിടെ കോണ്ടൂർ ഹെഡ്ജിൽ നമുക്ക് ഇത് പ്ലാൻ ചെയ്യാം. ഓർ ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊട്ടക്ട് ദ ബാങ്ക്സ് ഓഫ് മേജർ ഇറിഗേഷൻ കനാൽസ്. അപ്പൊ മൊത്തത്തിലൊരു സോയിൽ ബൈൻഡർ ആണ് എന്തെന്ന് പറയുന്നത് വെറ്റിവർ എന്ന് പറയുന്ന ഒരു ക്രോപ്പ്. അപ്പൊ അതിനെ ജസ്റ്റിഫൈ ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കാനുള്ള 3 പോയിന്റ്സ് ആണിത്. അപ്പൊ 3 സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ്. ഓക്കെ, ഇത് വെറ്റിവർ എന്ന് പറയുന്ന ക്രോപ്പ് എടുക്കുമ്പോൾ നമ്മൾ അതിന്റെ മെഡിസിനൽ പ്രോപ്പർട്ടി പറയുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഈ പറയുന്ന സോയിൽ കൺസർവേഷൻ പവർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെറൈറ്റീസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതാണ് മൃദുല ആൻഡ് അഗ്നിയും ആർ ദ വെറൈറ്റീസ് ഓഫ്. മൃദുലയും അഗ്നിയും ഏത് മെഡിസിനൽ പ്ലാന്റിന്റെ വെറൈറ്റി ആണ്? ഓപ്ഷൻ എ ചിത്തിരത, ദെൻ ചെത്തിക്കൊടുവേലി, ആര്യവേപ്പ്, മുക്കുത്തി. ഏതിന്റെയാണ്? ചിത്തിരതയാണോ, ചെത്തിക്കൊടുവേലിയാണോ, ആര്യവേപ്പാണോ, മുക്കുറ്റിയാണോ? ചെത്തിക്കൊടുവേലി എന്ന് പറയുന്നുണ്ട്. നമുക്ക് ആൻസർ നോക്കാം. യെസ്, ആൻസർ ചെത്തിക്കൊടുവേലി. ചെത്തിക്കൊടുവേലിയുടെ വെറൈറ്റീസ് ആണ് മൃദുലയും അഗ്നി. മൃദുലയും അഗ്നിയും നമുക്ക് ചെത്തിക്കൊടുവേലിയിൽ നിലവിൽ ഇപ്പൊ ആകെ ഈ 2 വെറൈറ്റീസ് ആണുള്ളത്, മൃദുലയും അഗ്നിയും. ഇത് കൂടാതെ നമുക്ക് പുതുതായിട്ട് വെറൈറ്റീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി ലാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. മൃദുലയും അഗ്നിയും രണ്ടും ചെത്തിക്കൊടുവേലിയുടെ വെറൈറ്റീസ് ആണ്. ഓക്കെ, അടുത്തത് വിച്ച് ഈസ് ദ കെമിക്കൽ പ്രസന്റ് ഇൻ റൂട്ട്സ് ഓഫ് ചെത്തിക്കൊടുവേലി ദാറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ തെറാപ്യൂട്ടിക് ആക്ഷൻ ഓഫ് ഡ്രഗ്. അതായത് നമ്മുടെ തെറാപ്യൂട്ടിക് ആക്ഷൻ ഉള്ളത് നമുക്കറിയാം. ചെത്തിക്കൊടുവേലി നേരത്തെ നമ്മൾ പറഞ്ഞു പ്ലംബാഗോ റോസിയ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. അപ്പൊ അതിനകത്ത് അതിന്റെ കെമിക്കൽ, അതായത് ആ പറയുന്ന മെഡിസിനൽ പ്രോപ്പർട്ടി നൽകുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ഏതാണ്, അല്ലെങ്കിൽ ഏത് കെമിക്കൽ കാരണമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? അസാഡിറക്റ്റിൻ, പ്ലംബാജിൻ, ലൈക്കോപ്പീൻ ആൻഡ് നൺ ഓഫ് ദീസ്. ഏതാണ്? നമുക്ക് ഇതിന്റെ സയന്റിഫിക് നെയിം അറിയാമെങ്കിൽ ഇതിന്റെ ആൻസർ ക്ലിയർ ആയിട്ട് കിട്ടും. സയന്റിഫിക് നെയിം നമ്മൾ നേരത്തെ പറഞ്ഞു, പ്ലംബാഗോ റോസി. അപ്പൊ എന്തായിരിക്കും? പ്ലംബാജിൻ ആയിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സിമിലർ ഒരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് അഗ്രികൾച്ചർ അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചെത്തിക്കൊടുവേലായിരുന്നില്ല. നമുക്ക് നീമിനകത്തുള്ളത് ഏതാണ്? നീമിനകത്തുള്ള കെമിക്കൽ ഏതാണ്? അസാഡിറക്റ്റ്. അതിന്റെ സയന്റിഫിക് നെയിം അസാഡിറക്റ്റ് ഇൻഡിക്ക എന്നാണ്. അപ്പം അസാഡിറക്റ്റ്. ഓക്കെ, അപ്പൊ അത് ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുപോലെ തന്നെ ചെത്തിക്കൊടുവേലിയിലുള്ളതാണ് പ്ലംബാജിൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കെമിക്കലാണ് അതിന്റെ ആ ഒരു തെറാപ്യൂട്ടിക് ആക്ഷൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. POPയിൽ മെയിൻ ആയിട്ടും ഈ 2 കമ്പോണന്റ്, അതായത് നീമിന്റെ അസാഡിറക്റ്റും പ്ലംബാജിനും ആണ് പറയുന്നത്. അപ്പൊ അത് അറിഞ്ഞിരിക്കുക, കോമൺ ആയിട്ടുള്ളതുണ്ട്. മറ്റ് ക്രോപ്സിന്റെ അങ്ങനെ ഒരുപാട് അങ്ങനെ കെമിക്കൽ കോമ്പോസിഷൻ അങ്ങനെ പറയുന്നില്ല, POPയുടെ അടുത്ത് പറയുന്നില്ല. നമുക്ക് അല്ലാതെ പഠിക്കാനുണ്ട് താനും. ഇനി അടുത്തത് നീലബൃങ്കാജ്. നീലബൃങ്കാജ് എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണെന്ന് അറിയാം. ദാറ്റ് ഇസ് പ്രിപ്പയർഡ് ഫ്രം വിച്ച് മെഡിസിനൽ പ്ലാന്റ്? ഏതിൽ നിന്നാണ്? കുർക്കുമ അരോമാറ്റിക്ക ആണോ, കുർക്കുമ ലോങ്ങി ആണോ, ഇൻഡിഗ ഫെറ ടിങ്ചോറിയ ആണോ? ഓപ്ഷൻ സി, ദാറ്റ് ഇസ് ഇൻഡിഗോ ഫെറ ടിങ്ചോറിയ എന്ന് പറയുന്നുണ്ട്. നമുക്ക് അതാണോ എന്ന് നോക്കാം. യെസ്, ഇൻഡിഗോ ഫെറ ടിങ്ചോറിയ. അതിന്റെ കോമൺ നെയിം എന്തായിരുന്നു? ഇൻഡിഗോ ഫെറ ടിങ്ചോറിയ എന്താണ്? നീലബൃങ്കാതി എന്ന് പറയുമ്പോൾ ഏതാണ്? അതേതാണ്? നീലാമരി ആണ്. സോ നീലാമരി എന്നാണ് എന്തുണ്ടാക്കുന്നത്? നീലബൃങ്കാതി ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത്. അപ്പം ഇൻഡിഗോ ഫെറ ടിങ്ചോറിയ. ഇനി ഓപ്ഷൻ എയിലും ബിയിലും കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്താ? 1 കുർക്കുമ അരോമാറ്റിക്ക, 2 കുർക്കുമ ലോങ്ങ. അത് രണ്ടും എന്താണ്?
ഗ്രാമ്പു, കുക്കുമ, അരോമ. കുർക്കുമ കുമാരമാറ്റി മഞ്ഞളാണോ? ഒരാള് ഗ്രാമ്പു പറഞ്ഞു, ഒരാള് കസ്തൂരി മഞ്ഞൾ വന്നു. നമുക്ക് നോക്കാം. കുറുക്കുമ അരോമാറ്റിക് എന്ന് എന്തായിരുന്നു? ദാറ്റ് ഇസ് കസ്തൂരി മഞ്ഞളാണ്. കുറുക്കുമ അരോമാറ്റിക് കസ്തൂരി മഞ്ഞളാണ്, അത് മാറിപ്പോരുത്. കുറുക്കുമ ലോങ് എന്തായിരുന്നു? അപ്പം മഞ്ഞള്. മഞ്ഞൾ, സാധാ ടർമറിക്. അപ്പൊ ഈ കുർക്കുമ വരുന്ന രണ്ടും മഞ്ഞളിനുള്ള ആണെന്ന് ആലോചിക്കുക. ഒന്ന് അരോമാറ്റിക് വരുമ്പോഴത്തേക്കും അരോമ ഉണ്ട്, എന്താ അതിന് മണമുണ്ട്. അപ്പൊ കസ്തൂരി മഞ്ഞളാണ് ഒരു കുറച്ചും കൂടെ മണമുള്ളത്, അപ്പൊ അത് കസ്തൂരി മഞ്ഞളാണെന്ന് ഓർക്കുക. കുർക്കുമ, വൺ സെക്കൻഡ്. കുർക്കുമ ലോങ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എന്താണ്, നോർമൽ നമ്മുടെ ടർമറിക് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരുന്നത് ഇത് ഈ മറ്റേ രണ്ട് മാറിപ്പോരുത്. കുർക്കുമ അരോമാറ്റിക്, സിസിജിയം അരോമാറ്റിക്കും ആണ് കേട്ടോ. ഒരാൾ ഗ്രാമ്പ് ക്ലോ പറഞ്ഞിട്ടുണ്ട്, സിസിജിയം അരോമാറ്റിക്കും ആണ്, അത് മാറിപ്പോരുത്. ഇൻഡിക പിറ ടിങ്റ്റോറി ആണ് നമ്മുടെ ഓപ്ഷൻ, ദാറ്റ് ഇസ് നീലബൃങ്കാതി. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പരീക്ഷ 2024 സെപ്റ്റംബർ 24. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഇനിയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവർക്കായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്തെ സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC 40 ദിവസത്തെ അതിതീവ്ര പരിശീലന ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റീസിൻ്റെ 250 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള റെക്കോർഡ് ക്ലാസുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് ടിൽ എക്സാം ഡേറ്റ്, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു അത്യുഗ്രൻ പാക്കേജ് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 999 രൂപയ്ക്ക്. ഇന്ന് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.